ഹായ് ഓൾ, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണ് 2026 കേരള ബജറ്റ്. ധനമന്ത്രി KN ബാലഗോപാൽ ആണ് സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന പ്രത്യേകതകളൊക്കെ ഇതിനുണ്ട്. ഈ ബജറ്റിൽ ഏറ്റവും നല്ലൊരു പ്രഖ്യാപനമായിട്ട് എനിക്ക് തോന്നിയത് ബിരുദം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ടുണ്ട്. ഇതുവരെ +2 വരെ വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു. എന്നാൽ ഈ ബജറ്റിൽ ബിരുദം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകാനുള്ള തീരുമാനമാണ്. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. കൂടുതലും ക്ഷേമ പദ്ധതികൾക്ക്, വെൽഫെയർ ആക്ടിവിറ്റീസിനാണ് ഈ ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതായിട്ട് കാണുന്നത്. സർക്കാർ ജീവനക്കാരുടെയൊക്കെ പങ്കാളിത്ത പെൻഷൻ 50% വർദ്ധിപ്പിച്ചു, തമിഴ്നാട് രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം, ഇതിനൊക്കെ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ ലൈഫ് സേവിയർ എന്ന പദ്ധതി മുന്നോട്ട് വന്നിട്ടുണ്ട്. അംഗൻവാടി ജീവനക്കാർ, ആശാ പ്രവർത്തകർ ഇവർക്കൊക്കെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാചക തൊഴിലാളികൾ ഇവരുടെയൊക്കെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ബജറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ഈ ബജറ്റിലെ റവന്യൂ വരവ് എന്ന് പറയുന്നത് 1.83 ലക്ഷം കോടിയും റവന്യൂ ചെലവ് എന്ന് പറയുന്നത് 2.17 ലക്ഷം കോടിയുമാണ്. പ്രതീക്ഷിക്കുന്ന പൊതുകടം എന്ന് പറയുന്നത് 51,378.49 കോടിയാണ്. പ്രഖ്യാപിച്ച അധിക ചെലവ് എന്ന് പറയുന്നത് 1,350 കോടിയാണ്. കേന്ദ്രാവഗണനയിലും പിടിച്ചു നിന്ന ഒരു ബജറ്റ് എന്നാണ് നമ്മുടെ ധനമന്ത്രി തന്നെ ഈ ബജറ്റിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.